10 പവൻ എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ ആവില്ലേ? നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, സാധാരണക്കാരെ കൊണ്ടൊന്നും പറ്റില്ല. എങ്ങോട്ടാണ് പോണേന്ന് അറിഞ്ഞൂടാ. ഇനി അങ്ങോട്ട് നമ്മളെയൊക്കെ കൊന്നായിരിക്കും. ഒരുമാതിരിപ്പെട്ട സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. മാരേജൊക്കെ വരുമ്പോൾ അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി സ്വർണ്ണം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണക്കാർക്ക് അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ല. നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിലത്തേക്ക് യൂസ്ഫുൾ ആവും. മേടിക്കുന്നവർക്ക് ഒരു നഷ്ടമല്ല. ഇപ്പോൾ വിൽക്കുമ്പോഴത്തേക്കും നാളെ നമ്മൾ നേരത്തെ കുറച്ച് എമൗണ്ടിനാണല്ലോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വില കൂടി, അപ്പോൾ നമുക്ക് നാളെ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല, സ്വർണ്ണത്തിന് വില കൂടുന്നതുകൊണ്ടും മേടിക്കുന്നതുകൊണ്ടും. ഒറ്റ ദിവസം കൊണ്ടൊക്കെ പവന് 2000 രൂപയൊക്കെ വർദ്ധിക്കുക. കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവരുടെ നെഞ്ചൊന്നു പാളും, ഉറപ്പ്. രാജ്യാന്തര വില വൻ കുതിപ്പ് നടത്തുന്നതിന്റെ ആവേശത്തിൽ കേരളത്തിലും സ്വർണ്ണവില റെക്കോർഡ് തിരുത്തി മുന്നേറുകയാണ്. 2025-ലുണ്ടായത് 50% വർധനവ്. പവന്റെ വില 1 ലക്ഷം രൂപയിലെത്താൻ അധികം താമസവുമില്ല. അല്ലെങ്കിലും സ്വർണ്ണമാഭരണമായി വാങ്ങുമ്പോഴുള്ള GST, ഹോൾമാർക്ക് ഫീസ്, പണിക്കൂലി എന്നിവയൊക്കെ ചേരുമ്പോഴുള്ള വില 1 ലക്ഷമൊക്കെ എന്നേ കടന്നു. ട്രംപിന്റെ നികുതി യുദ്ധം, ആഗോള വെല്ലുവിളികൾ, സുരക്ഷിത നിക്ഷേപത്തിലേക്കുള്ള മാറ്റം, കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കൽ, സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവയൊക്കെ വിലക്കയറ്റത്തിന്റെ കാരണങ്ങളാണ്. സാധാരണഗതിയിൽ 2 രീതിയിലാണ് സ്വർണത്തിലെ ഈ ഒരു ഡിമാൻഡ് വരുന്നത്. ഒന്ന് നിക്ഷേപത്തിന്റെ ഡിമാൻഡ്, മറ്റൊന്ന് ജ്വല്ലറി, ആഭരണം എന്നുള്ള നിരക്കിലുള്ള ഒരു ഡിമാൻഡുമാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്വർണം ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യത്തിൽ പെടുന്നതാണ് ഇന്ത്യയൊക്കെ. അതൊരു ഘടകമാണ്. മറ്റൊന്ന് നിക്ഷേപം എന്നുള്ള നിലയ്ക്കുള്ള ഘടകമാണ്. അപ്പോൾ ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ ഈ സ്വർണം അധിഷ്ഠിതമായിട്ടുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, അല്ലെങ്കിൽ സ്വർണം ബാക്കപ്പ് ചെയ്ത, ഗോൾഡ് ബാക്കപ്പ് ചെയ്തിട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ETF എന്ന് പറയും. ആ ETF-ലേക്കുള്ള നിക്ഷേപം വളരെ ഗണ്യമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബറിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 146 ടൺ സ്വർണമാണ് പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്, ഈ ETF-ൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. എന്നാൽ സെപ്റ്റംബറിലെ കാര്യം ഞാൻ പറഞ്ഞു. ഓഗസ്റ്റിൽ ഇത് വെറും 53 ടൺ മാത്രമായിരുന്നു. മറ്റൊന്നൊരു ശരാശരി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകമെമ്പാടും ETF-കൾ മാത്രം കൈവശം വെച്ചെങ്കിൽ ഏതാണ്ട് 3188 കോടി രൂപയുടെ കൂടി ടൺ സ്വർണമാണ് ഈ ETF-കളിൽ ആകെ നിക്ഷേപം എന്ന് പറയുന്നത്. നിലവിൽ രാജ്യത്ത് ദീപാവലി ഡിമാൻഡും സ്വർണ്ണവില ഉയരാനുള്ള മറ്റൊരു കാരണമാണ്. വില എത്ര കൂടിയാലും മലയാളികൾക്ക് സ്വർണം മസ്റ്റാണ്. കാരണം ആസ്തി എന്നതിലുപരി സാമൂഹിക പദവിയുടെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമാണ് നമുക്ക് സ്വർണം. വിലയിലെ കുതിപ്പ് കണ്ട് സ്വർണം വാങ്ങിക്കൂട്ടുന്നവർ ഏറെയാണ്. എന്നാൽ ദീപാവലിക്ക് ശേഷം ഈ സ്വർണ്ണത്തിളക്കം നഷ്ടപ്പെട്ടേക്കുമോ? ഇനി ഇത് നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കേണ്ടത്. ഒന്ന് ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വമാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് മുന്നോട്ട് നീങ്ങുന്നോ അതിനനുസരിച്ച് സ്വർണത്തിൻ്റെ വിലയിൽ അതിന് സ്വാധീനിക്കാൻ കഴിയും. സ്വർണത്തിൻ്റെ വില കൂടാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. മറ്റൊന്ന്, കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തിൻ്റെ നിക്ഷേപം തുടരുകയാണെങ്കിൽ തീർച്ചയായും മറ്റ് സാധാരണഗതിയിലുള്ള ഇപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാത്രമാണ് സ്വർണത്തെ സ്വാധീനിക്കുന്നതെങ്കിൽ നാളെ ഇതെല്ലാം ഈ അനിശ്ചിതത്വം എല്ലാം മാറി ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഒരു സെറ്റിൽമെന്റിലേക്ക് വരികയും ഓഹരി വിപണിയിൽ ഒരു ഉണർവുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്വർണത്തിലേക്കുള്ള താല്പര്യം കുറയും, സ്വർണ്ണ വിപണിയിൽ ഇടിവുണ്ടാവുകയും ചെയ്യാം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് മാത്രമല്ല സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് എന്നിരിക്കെ, ഞാൻ ഉദ്ദേശിച്ചത് കേന്ദ്ര ബാങ്കുകൾ വളരെ വലിയ തോതിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും അതെല്ലാം ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപമായതുകൊണ്ട് തന്നെ കേന്ദ്ര ബാങ്കുകളുടെ ഭാഗത്തു ഒന്നും വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നിലവാരത്തിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ഉയർന്ന നിലവാരത്തിൽ നിന്നും വലിയൊരു തിരുത്തലിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ദീപാവലി സമയത്ത് സ്വർണ്ണ ഡിമാൻഡ് 15 മുതൽ 20% വരെ വർദ്ധിക്കാറുണ്ട്. സർവേകൾ പ്രകാരം നിലവിൽ ഉത്സവകാല വാങ്ങലുകൾ 60 മുതൽ 70% വരെ നിക്ഷേപ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടാണ്. സ്വർണം നിക്ഷേപമായി കാണുന്നവർ സ്വർണ്ണ ബോണ്ടുകളോ ETF-കളോ പരിഗണിക്കണമെന്ന് പറയുന്നവരുമുണ്ട്. സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിലാണ് സ്വർണത്തെ എല്ലാവരും കാണുന്നത്. ഓഹരി വിപണിയാണെങ്കിൽ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ അനിശ്ചിതത്വം ലോകത്ത് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ സ്വർണം എന്നുള്ള സുരക്ഷിത നിക്ഷേപത്തേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ ഓഹരി വിപണിയിൽ നീക്കം നോക്കിക്കഴിഞ്ഞാൽ വളരെ അനിശ്ചിതത്വം നിറഞ്ഞാണ്. യുദ്ധസമാനമായ അന്തരീക്ഷം യുക്രൈൻ, റഷ്യ ഇപ്പോഴും തീർന്നിട്ടില്ല. അതിൻ്റെ പ്രശ്നമൊപ്പം തന്നെ US-ന്റെ പുതിയ താരിഫ് നിർദ്ദേശങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നു. ഈ ഒരു ഘടകങ്ങളെല്ലാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഓഹരി വിപണി അക്ഷരാർത്ഥത്തിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷം ഓഹരി വിപണിയിൽ നേട്ടമേ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യവും സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലേക്ക് സ്വർണത്തിലേക്ക് വഴിമാറുന്നതിന് സഹായമാവുകയും ചെയ്തിട്ടുണ്ട്.
രൂപ-ഡോളർ വിനിമയ നിരക്ക് കൂടി പരിഗണിച്ചാണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിർണ്ണയം. ഡോളർ ദുർബലമാകുമ്പോൾ സ്വർണം ഇറക്കുമതിക്കുള്ള ചെലവ് കുറയും. ഫലത്തിൽ ആഭ്യന്തര വില താഴാനും ഇത് സഹായിക്കും. മറിച്ച് ഡോളർ ശക്തി ആർജിച്ചു നിന്നാൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ തുക കണ്ടെത്തേണ്ടി വരും. ഇത് വില കൂടാനും ഇടയാക്കും. പണപ്പെരുപ്പത്തിനെതിരെയുള്ള പ്രതിരോധം, ദീർഘകാല മൂല്യത്തിന്റെ ഉറവിടം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിന്റെ മൂല്യം നിലനിർത്താനുള്ള കഴിവ് എന്നിവ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്വർണത്തിനു മേലുള്ള വിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ലോകമെമ്പാടും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന രീതി. നിലവിൽ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളുടെ പക്കൽ 2.5 ട്രില്യൺ ഡോളറോളം സ്വർണമുണ്ട് എന്നാണ് IMFന്റെ കണക്കുകൾ. ഈ പ്രവണത കുറച്ചു കാലം കൂടി തുടർന്നേക്കാം. വേൾഡ് ഗോൾഡ് കൗൺസിൽ 2025 ജൂണിൽ നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത 43% സെൻട്രൽ ബാങ്കുകളും അടുത്ത വർഷം സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി പറയുന്നുണ്ട്. സമ്പന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള വളർന്നുവരുന്ന രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾക്കാണ് സ്വർണം കൂടുതലായി വാങ്ങാൻ താല്പര്യമുള്ളത്. കഴിഞ്ഞ 2-3 വർഷത്തിനിടെ ഏതാണ്ട് ശരാശരി 1000 ടണ്ണോളം സ്വർണമാണ് പല കേന്ദ്ര ബാങ്കുകളും കൂടി ലോകമെമ്പാടും നിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് ശരാശരി കണക്കാണ് പറയുന്നത്. ഏതാണ്ട് 1000 ടണ്ണോളം ആണ് കഴിഞ്ഞ 3 വർഷമാനത്തെ ശരാശരി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിന് മുമ്പത്തെ ഒരു ദശാബ്ദക്കാലം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 400-500 ടണ്ണിനിടയിലാണ് ശരാശരി കേന്ദ്ര ബാങ്കുകളുടെയൊക്കെ സ്വർണ്ണ നിക്ഷേപം എന്ന് പറയുന്നത്. ഡോളർ നിന്ന് മാറി സ്വർണത്തിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ പല കേന്ദ്ര ബാങ്കുകളും കൂടുതൽ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാനൊരു സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം വലിയ തോതിൽ തന്നെ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ ആഗോള വ്യാപാര രീതികൾ അടിമുടി മാറിയപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണ്ണശേഖരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വർണ്ണശേഖരം വിദേശ നാണ്യവിനിമയത്തിലെ തന്ത്രപരമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ആഗോളതലത്തിൽ സ്ഥിരതയില്ലാത്ത സാഹചര്യത്തിൽ. ഈ സ്വർണ്ണവില വർധന നിക്ഷേപത്തിനുള്ള അവസരമാണോ എന്ന് ചോദിച്ചാൽ മറുപടി ഇതായിരിക്കും. അതും വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ഘട്ടമായി വളരെ ചെറിയ രീതിയിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ മൊത്തം നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയൊരു ശതമാനം സ്വർണം ഉൾപ്പെടുത്താമെന്നല്ലാതെ സ്വർണത്തിലേക്ക് വലിയ ഗണ്യമായ രീതിയിൽ ഒരു നിക്ഷേപത്തിൽ നീങ്ങുന്നതും ഈ ഒരു അവസരത്തിൽ കുറച്ച് അപകടം പിടിച്ച അല്ലെങ്കിൽ നഷ്ടസാധ്യത ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു തീരുമാനവുമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വില തകർച്ച ഈ വർഷം സംഭവിക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. അതിനാൽ കരുതലോടെ പ്രവർത്തിക്കുക.